വലിയ ജനപങ്കാളിത്തത്തോടുകൂടി പരിശുദ്ധ പിതാവിൻ്റെ സ്പെയിൻ സന്ദർശനം തുടരുകയാണ്. ശനിയാഴ്ച രാത്രി യുവജനങ്ങളോടൊത്ത് പരിശുദ്ധ പിതാവ് നടത്തിയ ജാഗരണ പ്രാർത്ഥന മറക്കാനാവാത്ത അനുഭവമാണ് ഏവർക്കും സമ്മാനിച്ചത്. സകല കണക്കുകളും അതിലംഘിച്ച് മാർപ്പാപ്പായെ കാണുവാനായി വീഥികളുടെ ഇരുവശത്തും പ്രധാന വേദിക്കരികിലും സമീപത്തുമായി ഏകദേശം 6 ലക്ഷത്തോളം ആളുകളുണ്ടായിരുന്നുവെന്നാണ് സ്പാനിഷ് ടിവികൾ പുറത്തുവിടുന്ന കണക്ക്. പരിശുദ്ധ പിതാവ് നേതൃത്വം കൊടുത്ത ജാഗരണ പ്രാർത്ഥനയിൽ ഡാൻസ് ഉണ്ടായിരുന്നു, സംഗീതമുണ്ടായിരുന്നു, സംവാദമുണ്ടായിരുന്നു. എന്നാൽ എല്ലാറ്റിനുമുപരി അവസാനം അരമണിക്കൂർ നേരം നിശബ്ദതയുടെ പശ്ചാത്തലത്തിൽ ദിവ്യകാരുണ്യ ആരാധന ഉണ്ടായിരുന്നു. ദിവ്യകാരുണ്യം എഴുന്നള്ളിച്ച് വെച്ച് പരിശുദ്ധ പിതാവ് നിശബ്ദനായി ദിവ്യകാരുണ്യത്തിലേക്ക് നോക്കി നിന്നപ്പോൾ വലിയ ജനക്കൂട്ടം നിശബ്ദതയിൽ അലിഞ്ഞു ചേർന്നത് എല്ലാവരെയും ഈറനണിയിക്കുന്ന അനുഭവമായിരുന്നു. സംവാദത്തിനിടയിൽ യുവജനങ്ങളോട് പരിശുദ്ധ പിതാവ് പറഞ്ഞു സ്പാനിഷ് ഭാഷയിൽ, ബുസ്കാർ സിയംബ്രെ ലാ വെർദാദ്, നിങ്ങളെപ്പോഴും സത്യം മാത്രം അന്വേഷിക്കണം. അതായത് അവിടെ നിന്നും ഇവിടെ നിന്നും കേൾക്കുന്നത് വിശ്വസിക്കരുത്, സത്യം എന്താണെന്ന് കണ്ടെത്തുക, അത് മാത്രം വിശ്വസിക്കുക. എന്തെന്നാൽ നമ്മൾ ക്രിസ്തുവിൽ സ്വതന്ത്രരാണ്, ഭയം വേണ്ട. ക്രിസ്തുവിനെ കൂട്ടുപിടിച്ച് ധൈര്യത്തോടെ നിങ്ങളുടെ ജീവിതത്വം ജീവിക്കാൻ അവരെ ആഹ്വാനം ചെയ്തു. ആരാധനയിടയിൽ ഗാനങ്ങളുണ്ടായിരുന്നു. ക്രിസ്തു മാത്രമാണ് ഞങ്ങളുടെ രാജാവും ദൈവവും സർവശക്തനും എന്നാലപിച്ച സമയത്ത് യുവജനങ്ങൾ വളരെ ഇമോഷണലായിട്ട് പങ്കുചേരുന്നത് കാണാമായിരുന്നു. നിനക്ക് മാത്രം സ്തുതി എന്നുള്ള ഗാനം സ്പാനിഷ് ഭാഷയിൽ പാടിയപ്പോൾ ആ സമയത്തൊക്കെ യുവതീ-യുവാക്കൾ റോഡിൽ മുട്ടുകുത്തി നിന്ന് ദൈവത്തെ തങ്ങളുടെ സർവസ്വവുമായി സ്വീകരിക്കുന്ന കാഴ്ച കാണാമായിരുന്നു. ഞായറാഴ്ച കോർപ്പുറൽ ക്രിസ്റ്റിയുടെ തിരുനാളാണ് ഇവിടെ. പരിശുദ്ധ പിതാവ് അർപ്പിക്കുന്ന വിശുദ്ധ ബലിയിൽ 12 ലക്ഷത്തോളം ആളുകളാണ് സംബന്ധിച്ചത്. ഏതാണ്ട് 5 ലക്ഷം ആളുകളാണ് വിശുദ്ധ കുർബാന സ്വീകരിച്ചതെന്നാണ് വൈദികർ പറയുന്ന കണക്ക്. 500ഓളം വൈദികർ, 1800ഓളം പ്രേക്ഷിതരും ചേർന്നാണ് ദിവ്യകാരുണ്യം നൽകിയത്. ദിവ്യകാരുണ്യം സ്നേഹമാണെന്നും എല്ലാവരെയും സ്നേഹിക്കുവാനായി ദിവ്യകാരുണ്യത്തിൽ അഭയം തേടണമെന്നും പരിശുദ്ധ പിതാവ് ഓർമ്മിപ്പിച്ചു. തുടർന്ന് വൈകുന്നേരം അഗസ്റ്റീനിയൻ സഭാംഗങ്ങളുമായിട്ട് അപ്പസ്തോലിക് നൂൻഷ്യോയുടെ ഭവനത്തിൽ വെച്ച് പരിശുദ്ധ പിതാവ് കൂടിക്കാഴ്ച നടത്തി. രാത്രിയിൽ മൊവിസ്റ്റാർ അരേന കോമ്പൗണ്ടിൽ വെച്ച് പരിശുദ്ധ പിതാവ് സാംസ്കാരിക, സാമൂഹിക, ബിസിനസ് പശ്ചാത്തലമുള്ള വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്നവരുമായി സംവാദം നടത്തുകയും മനുഷ്യൻ്റെ മഹാത്മ്യത്തെ ഉയർത്തിപ്പിടിക്കുന്ന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുവാൻ ആഹ്വാനം ചെയ്യുകയും ചെയ്തു.